അത് ശരി, നീ ഇവിടെ നിൽപ്പുണ്ടായിരുന്നോ? നിന്നെയാ ഞാൻ ഇങ്ങനെ അന്വേഷിക്കുന്നത്. അമ്മ വിളിച്ചായിരുന്നു, പോയി നോക്ക്. ആര്? അച്ചമ്മയാണോ? എന്തായാലും പോയി നോക്കട്ടെ. അയ്യോ, ഇത് അവളല്ലേ? അവളെന്താ ഇവിടെ? ശരിക്കും അവൾ തന്നെയാണോ? അതെ, ഇത് അവൾ തന്നെയാ. എന്തായാലും ദയവായിട്ട് അവൾ എവിടെ എത്തിച്ചേ. ഇന്നെന്തായാലും നീ ഞാൻ വിടില്ല മോളെ. കണ്ണ, അവിടെ നിന്നേ, ഒന്ന് വാ. എന്താ അമ്മ കാര്യം? ഇങ്ങ് വാടാ. ദേ, അമ്മയുടെ ഈ നൊറി ഒന്ന് ശരിയാക്കി താടോ, വാ. ഷേ, അപ്പച്ചി എങ്ങനെ വിളിക്കമ്മ? ഞാനിവിടെ ഒരുപാട് തിരക്കിട്ട് പണിയില്ലല്ലേ. ഓ, നിനക്ക് എന്താടാ ഇവിടെ പണി? നീ ഇങ്ങ് വാ. അപ്പച്ചി ഞാൻ ഇവിടൊക്കെ നോക്കി, ഇവിടെ ഒന്നും കാണുന്നില്ല. അപ്പഴല്ലേ നിന്നെ കണ്ട. ഒന്ന് വാടാ. ശരി ശരി, ഇനി സംസാരിച്ച് നിക്കണ്ട, നടക്ക്, ഞാൻ ശരിയാക്കി തരാം, പോരെ. ഇത് സത്യത്തിൽ ആരെ വിടാൻ ചേച്ചി? എനിക്ക് മനസ്സിലായില്ല. ഇതോ, ഇത് നമ്മുടെ അച്ഛമ്മയുടെ ബാല്യകാല സുഹൃത്തായ സുഭദ്ര എന്ന് പറയുന്ന അച്ഛമ്മയുടെ വീടാ. അനുചേച്ചിക്ക് ഇവിടെ ഉള്ളവരൊക്കെ പരിചയമുണ്ടോ? അത്ര വലിയ പരിചയമൊന്നുമില്ല, പക്ഷെ കണ്ടു പരിചയമുണ്ട്. പിന്നെ ഇവിടത്തെ ഹരിയേട്ടനെ അറിയാം, അവിടെ ഇടക്കിടക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു പരിചയം. എന്തായാലും ഞാൻ ആദ്യമായിട്ടാ അച്ഛമ്മക്ക് ഇങ്ങനെ ഒരു കൂട്ടുകാരുള്ളത് അറിയുന്നതായിരുന്നു. എന്നെ പിടിച്ച ഇങ്ങോട്ട് കൊണ്ടുവന്നേ. നല്ല കഥയായി. അതുകൊണ്ടെന്താ, അങ്ങോട്ട് നോക്കി, എത്ര എത്ര ചേട്ടന്മാരെ ഇവിടെ. എനിക്ക് കുറച്ച് കണക്ഷൻ ഉണ്ട്. എന്റെ മിത്ര, ഇവിടെ ഒന്ന് വായി നോക്കി, നമ്മുടെ വില കളയുന്ന എന്തിനാ? വന്നേ, നമുക്ക് അമ്മയുടെ അച്ഛമ്മയുടെ അടുത്ത് പോവാം. നിങ്ങൾ നടന്നോ, ഞാനിപ്പോ വരാം. എന്റെ ഫോണിക്ക് കോള് വരുന്നുണ്ട്. എന്റെ ജാനു, നമ്മൾ എന്ന് കണ്ടതാടി? എന്ന് കണ്ടതാന്നൊക്കെ ചോദിച്ചാ ഇപ്പൊ 2-3 വർഷമായി. ഉണ്ണിയുടെ കല്യാണത്തിനല്ലേ നീയും മഹിയും ലക്ഷ്മിയൊക്കെ വന്നേ? അതെ അതെ, 3 കൊല്ലായി തുടങ്ങി നമ്മള് കണ്ടിട്ട്. അല്ല, വേണിയും ഗോമതിയൊക്കെ എവിടെ? അവരൊന്നും വന്നില്ലേ? ഞങ്ങളൊക്കെ വന്നിട്ടുണ്ട് അമ്മേ. അമ്മക്ക് സുഖല്ലേ? ആ മോളെ, എനിക്ക് സുഖാ. അമ്മേ, ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു മോളെ. ഗോമതി, നിനക്ക് സുഖല്ലേ? എവിടെ ശങ്കരനൊക്കെ? അമ്മേ, സുഖായിട്ടിരിക്കുന്നു. ശങ്കരേട്ടനും മഹിയേട്ടനും അവിടെ സംസാരിച്ചിരിക്കുന്നു കണ്ടു. അല്ല, എവിടെ ലക്ഷ്മി? ലക്ഷ്മി അവൾ ഇവിടെ എവിടെയൊക്കെ കാണുമായിരിക്കും. ആരെങ്കിലൊക്കെ സ്വീകരിച്ചിരുത്തുന്നുണ്ടാവും. എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമായി ജാനു. നിങ്ങൾ മാത്രമേ വന്നുള്ളൂ? കുട്ടികളാരും വന്നില്ലേ? അനുമോളൊക്കെ എവിടെ? എല്ലാരും വന്നിട്ടുണ്ട്. അനുമോളും എന്റെ മോളും മിത്രയും പിന്നെ കൃഷ്ണന്റെ മോളൊക്കെ ഉണ്ട്. ഏത്, നമ്മുടെ കിച്ചുന്റെ നന്ദുന്റെ മോളാണോ? അതെ. എന്നിട്ട് അവരെവിടെ? അവര് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. അതെ വരുന്നു. ഇതാരാ? അനുമോളോ? അനുമോക്ക് എന്നെ ഓർമ്മയുണ്ടോ? പിന്നെ എനിക്ക് മുത്തശ്ശിയെ നല്ല ഓർമ്മയുണ്ട്. അന്ന് എന്റെ കല്യാണത്തിന് ഒരു വട്ടേ കണ്ടിട്ടുള്ളെങ്കിലും എനിക്ക് അങ്ങനെ മറക്കാൻ പറ്റില്ലല്ലോ. അത് മതി. അല്ല, ഇതാരാ? ഇതാണോ കിച്ചുവിന്റെ മോള്? അല്ല, ഇതെന്റെ മോളാ, മിത്ര. അത് ശരി. മോളിപ്പോ എന്ത് ചെയ്യുവാ? പഠിക്കുവാണോ? അതെ മുത്തശ്ശി, ഞാൻ പഠിക്കുവാ. അനു, അഞ്ചു എവിടെ? മുത്തശ്ശി, അഞ്ചു ഫോൺ വന്നിട്ട് പോയതാ, ഇപ്പൊ വരുമായിരിക്കും. അമ്മേ. എന്താ ഹരി? അമ്മേ, നിങ്ങളെല്ലാരും എത്തിയോ? എപ്പ എത്തി? കുറച്ചേരായിട്ടുള്ള എത്തിയിട്ട്. പിന്നെ അമ്മേ, സുമയുടെ വീട്ടുകാർ വന്നിട്ടുണ്ട്. അമ്മയെ അങ്ങോട്ട് വിളിച്ചു. ആണോ? ഞാൻ ഇപ്പൊ വരാടാ. ജാനു മക്കളെ, ഞാൻ ഇപ്പൊ വരാട്ടോ. നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്ക. അതിനെന്താടി, നീ പോയിട്ട് വാ. അച്ഛമ്മേ, ഞാനിപ്പോ തന്നെ കൊച്ചിയിലോട്ട് പോവാ. എന്താ മോളെ, എന്താ പറ്റിയേ? അത് അമ്മക്ക് സുഖമില്ലാന്നും പറഞ്ഞ് കോള് വന്നിട്ടുണ്ടായിരുന്നു. അമ്മ ഹോസ്പിറ്റലാ. എനിക്ക് എത്രയും പെട്ടെന്ന് പോയേ പറ്റൂ. എന്റെ കൃഷ്ണ, നന്ദുവിന് എന്ത് പറ്റിയതാ? അറിയില്ല അച്ഛമ്മേ, ഞാൻ അതൊന്നും ചോദിച്ചില്ല. അപ്പോഴേക്ക് ഫോണ് കട്ടായി. എന്തായാലും ഞാൻ ഇപ്പൊ തന്നെ ഇവിടുന്ന് പോവാ. മോളെ, നീ എങ്ങനെയാ ഇവിടുന്ന് ഒറ്റക്ക് പോവാ? അവൾ ഒറ്റക്കല്ല പോകുന്ന അമ്മേ, ഞാൻ അവളെ ഇവിടുന്ന് കൊണ്ടുവിട്ടോളാം. എങ്ങനെയാ മോളെ പോകുന്നേ? ട്രെയിനിലാണോ? അല്ല അപ്പച്ചി, ഈ സമയത്തിന് ട്രെയിനൊന്നും കാണില്ല. ഞാൻ ഇവിടുന്ന് ബസ്സിന് പൊക്കോളാം. എന്തായാലും മോള് പൊക്കോ, സൂക്ഷിച്ചു പോണേ. അവിടെ എത്തിയാലുടനെ വിളിക്കും വേണം. എന്റെ നന്ദുവിന് എന്ത് പറ്റിയോ ആവോ. ഞാൻ വിളിക്കാം അച്ഛമ്മേ.
അഞ്ചേച്ചി, മിത്ര, വല്യമ്മ, അപ്പച്ചി, എല്ലാരോടും ഞാൻ പോവാ. വല്യച്ഛനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാ ശരി, നമുക്ക് പോയാലോ ഉണ്ണിയേട്ടാ? എന്നാ ഞങ്ങള് പോയിട്ട് വരാം. ഈ അമ്മ അവളുടെ അടുത്ത് പോവാൻ നേരത്താ എന്നെ കൊണ്ട് പോയെ. ഇനി അവളെവിടെ പോയി എന്തോ. ഇവിടെ ആയിരുന്നല്ലോ കണ്ടിരുന്നേ. എവിടെ പോയി? ആ നോക്കാം. മോനെ കണ്ണാ. ആ ആരിത്? പിറന്നാളുകാരിയോ? കൊറേ നേരമായി ഞാൻ തപ്പുന്നു. എവിടെ ആയിരുന്നു? ഇന്ന് ഫുൾ ബിസിയാണെന്ന് തോന്നുന്നല്ലോ. കണ്ണാ വേണ്ടാട്ടോ, നിന്നെ ഞാൻ എവിടൊക്കെ തപ്പി. ദേ ഇതാരാ വന്നെന്ന് നോക്കിയേ, നിനക്കറിയോ? എനിക്ക് മനസ്സിലായില്ല അച്ഛമ്മ. ആരാ? ഹാ, എങ്ങനെ മനസ്സിലാവാനാ? നീ കേക്കണെന്റെ ജാനു. അന്ന് ഹരിയോടൊപ്പം ഞാൻ ഇവനെ പറഞ്ഞയച്ചതാ. ഈ കുരുത്തം കെട്ടവൻ എന്ത് ചെയ്തുകൊണു? അവിടെ കയറാതെ വഴിയിലിറങ്ങി പ്രകൃതി ഭംഗി ആസ്വദിച്ച് നടക്കുമായിരുന്നു ഈ ചെറുക്കനെ കൊണ്ട്. അത് കൊള്ളാലോ. ഹരിയുടെ കൂടെ മോനും ഉണ്ടായിരുന്നോ? എന്നാ അങ്ങോട്ടേക്കൊന്ന് വരായിരുന്നു. വന്നത് തന്നെ ഇപ്പൊ തന്നെ കണ്ടില്ലേ, അവൻ അതിനൊക്കെ വലിയ മടിയാന്നേ. അച്ഛമ്മേ എന്നാ നിങ്ങള് സംസാരിച്ചിരിക്ക്, ഞാനങ്ങോട്ട് ചെല്ലട്ടെ. ഇതും പറഞ്ഞ് കണ്ണൻ അവിടുന്ന് മെല്ലെ സ്കൂട്ടായി. ഉണ്ണിയേട്ടാ, ബുദ്ധിമുട്ടായോ? ആ കുറച്ച് ബുദ്ധിമുട്ടായി. എന്ത് ചെയ്യാനാ, ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. നീ ഒന്ന് പോയേ അഞ്ചു, വല്ലപ്പോഴേ നിന്നെ കിട്ടുള്ളൂ. അപ്പോഴാ അവളുടെ ഒരു കൊനിഷ്ഠ ചോദ്യം. അതല്ല ഏട്ടാ, ഒരു ഫംഗ്ഷൻ നടക്കുന്നിടത്തുനിന്നല്ലേ നമ്മള് വന്നേ, അതാ ഞാൻ. നീ ഒന്നും ഇനി പറയണ്ട. എപ്പോഴാ ബസിന്റെ ടൈം? ദേ ഇപ്പൊ എടുക്കും, 1/4 മണിക്കൂറിന്റെ ഉള്ളിൽ എടുക്കുന്ന കണ്ടക്ടർ പറഞ്ഞ്. എന്നാ ശരി, നീ കയറിക്കോ. അവിടെ എത്തിയിട്ട് നീ വിളിക്കണേ. ആ ഞാൻ വിളിക്കണ്ടേ ഏട്ടാ? ഇനി എന്നാ ഇങ്ങോട്ടൊക്കെ ഒന്ന് വരിക? ഞാൻ ഇടക്കിടക്ക് എന്തായാലും വരണ്ട്. വന്നത് തന്നെ. എന്തായാലും നീ ഇപ്പൊ ചെല്ല്. ബൈ. എന്നാലും അവളിതെവിടെ പോയി? ഇനി ഇവിടെ തപ്പാൻ ഒരിടം പോലും ബാക്കിയില്ല. അപ്പോഴേക്ക് എവിടെ പോയതാ? ഷേ, അമ്മക്ക് വരാൻ കണ്ട ഒരു സമയം. ഓ, ഇനിയിപ്പോ അവൾ ശരിക്കും വന്നില്ലേ? എനിക്ക് തോന്നിയതാണോ? അല്ലല്ലോ, ഞാൻ അവളെ ശരിക്കും കണ്ടതാ. ഓ, എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. എവിടെ പോയതാ? അവളെ ഇനി ഒന്ന് കാണാം. ഷിറ്റ്, കയ്യിലൊന്ന് കിട്ടിയതായിരുന്നു, അതും പോയി. അല്ലെങ്കിലും ഞാൻ എന്തിനാ ഇപ്പൊ അവളെ പറ്റി ആലോചിക്കുന്നത്? പുല്ല്, അവൾ എവിടെയും പോട്ടെ. ഞങ്ങൾ തമ്മിൽ കാണാനുള്ളതാണെങ്കിൽ ഇനിയും കാണുമല്ലോ. അല്ലാണ്ട് ഇനി ഇവിടെ തെരഞ്ഞിട്ട് കാര്യമില്ല. അവളെ പൊടി പോലും ഇവിടെയില്ല, അത് ഉറപ്പാ. അഞ്ചു, നീയോ? നീ അപ്പൊ വന്നോ? എന്താടി ഒന്നും മിണ്ടാത്തെ? എപ്പോഴാ വന്നേ? ഞാനിപ്പോ വന്നുള്ളൂ അമ്മ. അമ്മക്ക് എന്താ പറ്റിയേ? ഹോസ്പിറ്റലിൽ നിന്ന് എപ്പോഴാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ഒന്നുമില്ല മോളെ, ഒന്ന് BP കുറഞ്ഞതാ, ഒന്ന് തലമിന്നി വീണു. ഹോസ്പിറ്റലിൽ പോയി ട്രിപ്പിട്ട് ദേ ഈവനിങ് ആയപ്പോക്ക് ഇങ്ങോട്ടെത്തി. അതിനാണ് നീ ഓടിപ്പാഞ്ഞിങ് വന്നേ? അങ്ങനെ ചുമ്മാ തലമിന്നി വീണതൊന്നും അല്ല കുഞ്ഞെ. എങ്ങനെയാ ഈ BP കുറഞ്ഞേ? ചോദിക്കുമോളെ. ഒരു വക 2-3 ദിവസമായിട്ട് മര്യാദക്ക് കഴിച്ചിട്ടില്ല നന്ദുകുഞ്ഞ്. എത്ര കൊണ്ടു കൊടുത്താലും കഴിക്കത്തില്ല. 3-4 ദിവസമായിട്ട് ഒരു ബുക്ക് ചെയ്തത് തന്നെയായിരുന്നു. ഞാൻ എത്ര പറഞ്ഞിട്ടും കുഞ്ഞൊരു വക കഴിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാ BP കുറയാതിരിക്ക, തലമിഞ്ഞി വീകാതിരിക്ക? പറഞ്ഞാ കേക്കണ്ടേ? ലീലാമ്മേ, മോൾ എന്നെ വിളിച്ചിട്ട് കാര്യമില്ല. ഞാൻ ഉള്ളത് തന്നെയല്ലേ പറഞ്ഞേ. എന്താ അമ്മ ഇത്? ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഹെൽത്ത് ശ്രദ്ധിക്കണം, കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കണമെന്ന്. എത്ര പറഞ്ഞാലും അമ്മക്ക് മനസ്സിലാവില്ലേ? അത് പിന്നെ മോളെ, ഞാൻ എഴുതാനിരുന്ന പിന്നെ എനിക്കൊന്നും കഴിക്കാൻ തോന്നണ്ടേ, അതുകൊണ്ടാ. എന്നാ പിന്നെ ഇനി തൊട്ട് അമ്മ എഴുതണ്ട, ഈ പരിപാടി അങ്ങ് നിർത്തി വെച്ചേക്ക്. പ്രശ്നം തീർന്നല്ലോ. അങ്ങനെ പറയല്ലോ മോളെ, ഞാൻ ഇനി തൊട്ട് ശ്രദ്ധിച്ചോളാന്നേ. ശ്രദ്ധിച്ച അമ്മക്ക് കൊള്ളാം,
ഇനി ഇങ്ങനെ BP കുറയുന്നത് ഞാൻ കണ്ട അപ്പൊ ഞാൻ ബാക്കി പറയുന്നുണ്ട്. അതൊക്കെ വിടണ്ട അഞ്ജു. എന്താ നാട്ടിലെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അവിടെ എല്ലാവർക്കും സുഖം. നാട്ടിലെ വിശേഷമൊക്കെ ഞാൻ പിന്നെ പറയാം. ലീലാമ്മേ, അമ്മക്ക് വല്ല ഫുഡും കൊടുത്തായിരുന്നോ? ആ മോളെ, കഞ്ഞി കുടിച്ച് മയങ്ങിയതായിരുന്നു. അല്ല, ഇനി വല്ല മെഡിസിനും കഴിക്കാനുണ്ടോ? ഇല്ല കുഞ്ഞെ, അതൊക്കെ ഞാൻ കൊടുത്തതാ. എന്നാ പിന്നെ അമ്മ കിടന്നുറങ്ങിക്കോ. ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ നാളെ പറയാം. എനിക്ക് നല്ല ക്ഷീണമുണ്ട്, ഞാനൊന്ന് കിടക്കട്ടെ. ഓ, ഇപ്പൊ എന്റെ സ്വപ്നത്തിൽ വരെ അവളെ കാണല് തുടങ്ങിയല്ലോ. എന്റെ ഈശ്വര, ഇതെന്താ ഇങ്ങനെ? ആദ്യമായിട്ടാ ഇത്രയും ഒരു പെണ്ണിനോട് അട്രാക്ഷൻ തോന്നുന്നത്. അവളെ കാണാൻ കൊതിയാവുന്നു. അതെന്താ അങ്ങനെ? എന്താ ചെയ്യാ? അല്ല, എൻ്റെ ഫോൺ എവിടെ? അതിൽ വല്ലതും റെക്കോർഡായിട്ടുണ്ടാവും. നോക്കാം. ഞാൻ പിന്നെ അത് നോക്കിയതുമില്ല. ഇവളെ കണ്ട ഇങ്ങനെ നോക്കി നിൽക്കാൻ തോന്നാം. എന്തോ ഒരു പ്രത്യേകത ഇവക്കില്ലേ? ഉണ്ട്, അതുറപ്പാ. എന്തായാലും ഇത്തവണ നിന്നെ മിസ്സായ പോലെ ഇനി നമ്മൾ കണ്ട ഒരിക്കലും ഞാൻ മിസ്സാക്കില്ല, അതുറപ്പാ. അമ്മക്കിപ്പോ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല മോളെ, ഞാനിപ്പോ സൂപ്പർ ഫൈനാ. നിങ്ങളെ സൂപ്പർ ഫൈനൊക്കെ എനിക്കറിയാം. ദേ, ഇപ്പൊ ഒന്ന് സുഖമായിട്ട് വന്നിട്ടുള്ളൂ. നേരത്തിനും കാലത്തിനും ഭക്ഷണമൊക്കെ കഴിക്കണം, കേട്ടല്ലോ? ഉത്തരവ് പോലെ. ഇനി അങ്ങോട്ട് ഞാൻ ശ്രദ്ധിച്ചോളാന്നേ. അല്ല, നീ എങ്ങോട്ടേ പോകുന്നേ? ഇന്ന് ഓഫീസിൽ ജോയിൻ ചെയ്യുന്നുണ്ടോ? ഒരാഴ്ച കഴിഞ്ഞില്ലേ? സാറ് കോൾ ചെയ്യുന്ന കാണുന്നില്ല. എനിക്കിവിടെ ഇരുന്ന് മടുത്തു. ഞാനൊന്ന് പോയി നോക്കട്ടെ. അതെന്താ 1 വീക്കായിട്ടും ഓഫീസിൽ നിന്ന് കോളൊന്നും വരാത്തെ? ഇനി നിന്റെ ജോലി എങ്ങാനും പോവോ മോളെ? ഏയ്, അങ്ങനെ ജോലി പോവാനൊന്നും ചാൻസ് ഇല്ല. എന്തായാലും പോയി നോക്കട്ടെ. ആരോ വന്നല്ലോ. ഞാനൊന്ന് വാഷ്റൂം പോയിട്ട് വരാം. മോളൊന്ന് നോക്ക്. ആ, പപ്പയായിരുന്നോ? മോളെ അഞ്ജു, അമ്മക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ? ഏയ്, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അമ്മ ഈ കറക്റ്റ് സമയത്ത് ഫുഡൊന്നും കഴിക്കാത്തതിന്റെ പ്രശ്നമാണ്. അതുകൊണ്ട് BP കുറഞ്ഞതാ. വേറെ ഇഷ്യൂ ഒന്നുമില്ല. ഇപ്പൊ ആൾ ഓക്കെ ആയിട്ടുണ്ട്. നീ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞില്ലേ ഒരു ബിസിനസ് ട്രിപ്പിലായിരുന്നു. ഇന്നാ എത്തിയേ, നേരെ ഇങ്ങോട്ട് പോന്നു. ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. എന്തായാലും ഇപ്പൊ അവൾ ഓക്കെ ആണല്ലോ, എനിക്കത് മതി. അവളെ എവിടെ? എന്നിട്ട് അവിടെ ഉണ്ട്, വാഷ്റൂമിൽ പോയതാ. നീ ഓഫീസിൽ പോവാൻ നിൽക്കുവാണോ? പപ്പ, ഒരാഴ്ചയായില്ലേ, ഞാനൊന്ന് പോയി നോക്കട്ടെ. ഓഫീസിലെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയോ? അറിയില്ല, അതേപറ്റി പിന്നെ ഞാനൊന്നും കേട്ടില്ല. ഓഫീസിൽ നിന്ന് ആരും എന്നെ വിളിച്ചതുമില്ല. ഇന്നെന്തായാലും പോയി നോക്കട്ടെ, അപ്പൊ അറിയാലോ. പിന്നെ നാട്ടിലെ വിശേഷം എന്തൊക്കെയാ? എന്ത് പറയുന്നു അമ്മയും ശങ്കരേട്ടനൊക്കെ? എന്ത് പറയാനാ, സ്ഥിരം പല്ലായി തന്നെ. എല്ലാവർക്കും സുഖം. പിന്നെ വേണിയപ്പച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. മാത്രല്ല, ഇതിന്റെ ഇടയിൽ കൂടി അച്ഛമ്മ എനിക്കിട്ടൊരു പണിയും തരാൻ നോക്കി. ഒരു പെണ്ണ് കാണലൊക്കെ കഴിഞ്ഞെന്റെ. ഞാനത് അസലായിട്ട് എന്നെ മുടക്കിയിട്ടുണ്ട്. അത് ശരി, ഇതിന്റെ ഇടയില് അങ്ങനെ നടന്നോ? അഞ്ജു, ആരാ വന്നേ? നിങ്ങൾ സംസാരിക്കും, ഞാനിപ്പോ വരാം. നിനക്കിപ്പോ എങ്ങനെയുണ്ട് നന്ദു? ഇപ്പൊ പ്രശ്നമൊന്നുമില്ല,
ഞാൻ ഓക്കെ. ഞാനിവിടെ ഇല്ലായിരുന്നു, ബിസിനസ് ട്രിപ്പിലായിരുന്നു. ആ, മോള് പറഞ്ഞായിരുന്നു. ചായ കുടിച്ചിട്ടാണോ വന്നേ? അല്ല, ഞാൻ നേരെ എങ്ങോട്ടാ പോകുന്നത്? എന്നാ ചായ കുടിച്ചിട്ട് പോവാം. ലീലാമ്മയോട് ചായ എടുക്കാൻ പറയട്ടെ? വേണ്ട, ഞാൻ പോവാ. എനിക്ക് കുറച്ച് തിരക്കുണ്ട്. എന്നാ ശരി, മോളോട് പറഞ്ഞേക്ക് ഞാൻ പോയെന്ന്. ഓക്കെ, ഞാൻ പറഞ്ഞോളാം. പപ്പ എവിടെ പോയോ? ലീലാമ്മേ, പപ്പ എന്തേ? കിച്ചി സാറ് വണ്ടി കയറി പോകുന്ന മാത്രമേ ഞാൻ കണ്ടുള്ളൂ കുഞ്ഞെ. അത് ശരി, അപ്പോഴേക്കും പോയോ? അല്ല, അമ്മ എന്തേ? നന്ദുകുഞ്ഞ് ബുക്ക് എടുത്ത് ബാൽക്കണിയിലോട്ട് പോകുന്ന കണ്ടല്ലോ, അവിടെ കാണും. ആ, അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടോ? എന്തായാലും ശരി ലീലാമ്മ, ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. അധിക നേരം ആ ബുക്കിൽ ഇരുത്തണ്ട. പിന്നെ സമയാസമയം ഭക്ഷണം കൊടുക്കണേ. ഞാനിന്ന് ഓഫീസിലോട്ട് പോവാ. ആ, അതൊക്കെ ഞാൻ കൊടുത്തോളാം. മോള് ഇന്ന് ഇങ്ങോട്ട് തന്നെയാണോ വരുന്നേ? അതെ, ഞാൻ ഇന്ന് ഇങ്ങോട്ട് തന്നെ ആയിരിക്കും വരാ. എന്നാ ശരി, ഞാൻ പോവാട്ടോ. മോനെ കണ്ണ, അച്ഛൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. പോകുന്നതൊക്കെ കൊള്ളാം. നീ ഒരു ജോലി എന്തായാലും നോക്ക്. പാർട്ട് ടൈം ആയിട്ടാലും മതിയല്ലോ. നിന്റെ പാട്ടിന്റെ കൂടെ സൈഡിലൂടെ എന്തെങ്കിലും ജോലി ഉണ്ടായിക്കോട്ടെ. അതുകൊണ്ട് അച്ഛൻ എങ്ങനെ പറഞ്ഞേ. മനസ്സിലായി എന്തുകൊണ്ടാ അച്ഛൻ ഇതൊക്കെ പറയുന്നേന്ന്. നീ എന്തിനാണോ എന്നെ ഇങ്ങനെ നോക്കുന്നേ? എന്റെ പൊന്നോ, ഒന്നുമില്ല. എനിക്കൊന്ന് നോക്കാനും പറ്റില്ലേ? കണ്ണ, നീ പോയാൽ ഇനി എന്നാടാ വരിക? എന്റെ അച്ചൂസേ, ഞാൻ വരുന്നേ. ഇപ്പൊ ഞാൻ വന്നില്ലേ, ഒരാഴ്ച നിന്നിട്ടാ ഞാൻ പോകുന്നേ. അതുപോലെ ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ഞാൻ വരാം. വന്നാ മതി. പിന്നെ വല്ലപ്പോഴൊക്കെ എന്നെ ഒന്ന് വിളിക്കണേ. വിളിക്കാന്നേ, മനഃപൂർവ്വം അല്ലല്ലോ. ഞാൻ എന്തായാലും അച്ഛമ്മയെ വിളിക്കും, പോരെ? എന്നാ ഞാൻ അങ്ങോട്ട് ഇറങ്ങിയാലോ? മോനെ കണ്ണ, സമയത്തിനൊക്കെ ഭക്ഷണം കഴിക്കണേ. ഇനി എന്നാ വരാ? അമ്മ ഓരോന്ന് പറയുന്നത് അമ്മയുടെ വിഷമം കൊണ്ടാട്ടോ. മോനതൊന്ന് മനസ്സിൽ വെക്കല്ലേ. മോൻ എന്തായാലും പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് തിരികെ വരണം, കേട്ടല്ലോ? അതെനിക്കറിയാലോ അമ്മ. എന്നാ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. അച്ഛമ്മേ, അമ്മേ, ഇറങ്ങുവാ? ചെറിയച്ച പോയാലോ? അതേടാ, നമുക്കിറങ്ങാം. സ്റ്റേഷനിലെത്തുമ്പോഴേക്ക് ട്രെയിൻ എത്താനുള്ള സമയമാവും. നമുക്കിപ്പോ തന്നെ ഇറങ്ങാം. അതെ, സാർ പറഞ്ഞ ഈ ഐഡിയ എന്തായാലും കൊള്ളാം. ഇത് വർക്കൗട്ട് ആവും. ഗുഡ് മോർണിംഗ്. എന്താ ഇവിടെ എല്ലാരും ഒരു ചർച്ച? അഞ്ജു, നീ എന്താ ഇവിടെ? അത് ശരി, ഒരാഴ്ചയല്ലേ ഇങ്ങോട്ട് ലീവ് എടുക്കാൻ പറഞ്ഞേ. എന്റെ ലീവൊക്കെ തീർന്നു. ഞാനപ്പോ അങ്ങോട്ട് പോന്നു. അത് അഞ്ജലി, നീ എന്റെ ക്യാബിലോട്ട് പോക്കോ. ഞാനിപ്പോ വരാം. പിന്നെ നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരുന്നതില്ലേ, വേറെ വല്ല ഐഡിയയും കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് വെക്ക്. ഞാനിപ്പോ വരാം, അപ്പൊ പറഞ്ഞാ മതി. സർ, അപ്പോ ഇന്നോട്ട് എനിക്ക് ജോയിൻ ചെയ്തൂടെ? പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങിയില്ലേ? അഞ്ജു, പ്രശ്നങ്ങളൊന്നും തീർന്നിട്ടില്ല. അതെന്താ സർ? ഇനി എന്താ പ്രശ്നം? അത് പിന്നെ അതിനുശേഷം വന്ന ഫോൺ കോളൊന്നും നീ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നോ? ഇല്ല, ഞാനൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. നാട്ടിലായിരുന്നു. എന്ത് പറ്റി സർ? അതിനുശേഷം നിരന്തരം ഫോൺ കോൾ ആയിരുന്നു. അവിടുന്നും ഇവിടുന്നും നമ്മുടെ എഫ്എമ്മിലോട്ടൊക്കെ തേറി പറയാനും തേറി കേൾക്കാനും വേണ്ടിയിട്ട് മാത്രം വിളിക്കുന്ന കുറച്ച് ചെക്കന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ എപ്പോ? അതെ അഞ്ജു, ആകെ പ്രശ്നം. അതേ പറ്റിയായിരുന്നു ഞങ്ങളിപ്പോ ഓരോന്ന് ഡിസ്കസ് ചെയ്തോണ്ടിരുന്നത്. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാ. എന്താ സർ, ഇനി എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? അഞ്ജുവിന് പരസ്യമായിട്ട് ഒരു മാപ്പ് പറഞ്ഞിട്ട് ജോയിൻ ചെയ്തൂടെ? അങ്ങനെയെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്നാ എല്ലാരും പറയുന്നേ. സർ, നോ സർ, എന്തീ പറയുന്നേ? ഞാൻ അങ്ങനെ പരസ്യമായി മാപ്പ് പറയാൻ മാത്രം എന്ത് തെറ്റാ ചെയ്തേ? അഞ്ജലി, പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. നമുക്കിപ്പോ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ അത് മാത്രമേ ഉള്ളൂ. അഞ്ജലിക്ക് ഇവിടെ ജോലി ചെയ്യണമെങ്കിലും ഇനി അത് ചെയ്തേ പറ്റൂ. എന്തൊക്കെ പറഞ്ഞാലും പരസ്യമായിട്ട് മാപ്പ് പറയേണ്ട ഒരു തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ. പിന്നെ എന്തിനു ഞാൻ അത് ചെയ്യണം? ചെയ്യാത്ത തെറ്റിന് ഏറ്റു പറഞ്ഞാൽ ഞാൻ അത് ചെയ്ത പോലെ തന്നെയല്ലേ. അതുകൊണ്ട് ഞാൻ അത് ഒരിക്കലും ചെയ്യില്ല സർ. ഇതാണോ അഞ്ജലിയുടെ ഫൈനൽ ഡിസിഷൻ? അതെ സർ, ഇത് തന്നെയാ എന്റെ തീരുമാനം. അതിലൊരു മാറ്റവും ഉണ്ടാവില്ല. ഓക്കെ, എന്തായാലും അഞ്ജലി പുറത്തൊന്ന് വെയിറ്റ് ചെയ്യൂ. ഞാൻ സാറുമായിട്ട് സംസാരിച്ച് ഒരു ഡിസിഷനിലെത്തിയിട്ട് വിളിക്കാം. ഹലോ സർ, അഞ്ജലി വന്നിട്ടുണ്ടായിരുന്നു.
ഞാൻ നമ്മുടെ തീരുമാനം അവളോട് പറഞ്ഞു. അവളങ്ങനെ പബ്ലിക്കായിട്ട് സോറി പറയില്ല എന്നാ പറഞ്ഞേ. സോറി പറയില്ലെന്നോ? അതെന്താ അങ്ങനെ? എന്തായാലും ഈ എഫ്എമ്മിന്റെ പേരില് അവളുടെ ഭാഗത്താണ് തെറ്റെന്ന് അവള് സമ്മതിച്ചുകൊണ്ട് പരസ്യമായിട്ടൊരു സോറി പറയണം. എങ്കിൽ മാത്രമേ അവൾക്ക് അവിടെ ഇനി ജോലി ചെയ്യാൻ പറ്റൂ. അങ്ങനെ തന്നെ പറഞ്ഞേക്ക്. ഇല്ല സർ, ആ കുട്ടി ഒരിക്കലും പബ്ലിക്കായിട്ട് സോറി പറയില്ല എന്ന് തന്നെ തറപ്പിച്ചു പറഞ്ഞു. ഇനി എന്താ ചെയ്യാ? ഇനി എന്ത് ചെയ്യാനാ? അങ്ങനെയെങ്കിൽ അവൾ അവിടെ വേണ്ട, അത്ര തന്നെ. അത് നേരത്തെ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ. സർ, അവളെ പോലെ എഫിഷ്യന്റും ബ്രില്യന്റുമായിട്ടുള്ള കുട്ടിയെ നമുക്ക് ഇവിടുന്ന് പറഞ്ഞു വിടണോ? എത്ര എഫിഷ്യന്റും ബ്രില്യന്റ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സിദ്ധാർത്ഥ്. എന്റെ സ്ഥാപനത്തിന് അവൾ കാരണം ഒരു ചീത്തപ്പേരുണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല, അത്ര തന്നെ. അവളോട് ഒന്നുകൂടി സംസാരിച്ചു നോക്ക്, സോറി പറയാൻ പറ്റുമെന്ന്. എന്നിട്ട് അവൾ പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ അവൾക്ക് ഇപ്പൊ തന്നെ ഡിസ്മിസ് ലെറ്റർ കൊടുത്തേക്ക്. ഓക്കെ സർ. അഞ്ജലി, തന്റെ തീരുമാനത്തിൽ ഇപ്പോഴൊരു മാറ്റവും ഇല്ല? സർ, ഞാനൊരു ആർജിയാണ്. ആർജിയെ കോളേജ് കളിയാക്കാറുണ്ട്, പ്രൊവോക്ക് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള എത്രയോ സിറ്റുവേഷൻസ് ഞാൻ എത്ര ഭംഗിയായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷെ ഇതയാള് എന്നെ പേഴ്സണലി എന്നെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. എനിക്കും എന്റേതായിട്ടുള്ള കാഴ്ചപ്പാടും കാര്യങ്ങളും ഇല്ലേ. ആർജി എന്ന് കരുതി അതിലൂടെ മാത്രമല്ല നോക്കിക്കാണാൻ പറ്റില്ലല്ലോ. എനിക്ക് എന്റേതായിട്ടുള്ള നിലപാടുകളും കാഴ്ചപ്പാടുകളും ഒക്കെ പറയാനും കൂടിയുള്ള അതിനുള്ള ഒരു അവസരം കൂടിയല്ലേ ഈ പ്ലാറ്റ്ഫോം. അങ്ങനെ ഈ പ്ലാറ്റ്ഫോമിൽ വന്ന് അയാൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് എത്രയെന്ന് വെച്ചിട്ടാ ക്ഷമിച്ചിരിക്കാൻ പറ്റുക? അതുകൊണ്ടാണ് ഞാൻ വാ വിട്ട് പറഞ്ഞു പോയത്. പക്ഷെ അതിന്റെ പേരിൽ പരസ്യമായിട്ട് മാപ്പ് പറയാൻ എന്നെ കൊണ്ടാവില്ല സർ. ഈ തീരുമാനത്തിൽ നിന്ന് ഞാൻ ഒരിക്കലും മാറില്ല. Then I'm so sorry. I can't help you. ഇനി തൊട്ട് അഞ്ജലി ഇങ്ങോട്ട് വരണമെന്നില്ല. ഇത് എൻ്റെ ഓർഡർ അല്ല, സാറ് പറഞ്ഞതാ. ഇതാണ് ഫൈനൽ തീരുമാനം. അഞ്ജു, നിനക്കൊരു വട്ടം കൂടി ആലോചിച്ചൂടെ? നിന്റെ ഡ്രീം ജോബല്ലേ ഇത്, നിന്റെ പാഷൻ അല്ലേ? അതിങ്ങനെ വിട്ട് കളയണോ? എവിടെ നിന്ന് ഇറങ്ങിയെന്ന് കരുതി നിനക്കിനി അത്ര പെട്ടെന്നൊന്നും എവിടെ ആർജിയായി കയറാനും പറ്റില്ല. അഞ്ജു, തിങ്ക് പ്രോപ്പർലി. നിനക്ക് ഒന്ന് മാപ്പ് പറഞ്ഞൂടെ? ഐ ഹാവ് മൈ ഓൺ പേഴ്സണാലിറ്റി ആൻഡ് ഐഡന്റിറ്റി. ഇതൊക്കെ മറന്ന് സോറി പറയാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് സർ. കുറച്ച് സെൽഫ് റെസ്പെക്റ്റ് ഒക്കെ ഉള്ള കൂട്ടത്തിലാണ് ഞാൻ. അങ്ങനെയുള്ള ഞാൻ ഇങ്ങനെ പബ്ലിക്കായിട്ട് സോറി പറഞ്ഞാൽ അത് എന്റെ ഐഡന്റിറ്റിയെ ബാധിക്കുന്ന കാര്യമല്ലേ. അതുകൊണ്ട് അത് വേണ്ട. സോറി സർ. ഇനി എന്റെ ജോലി പോയാലും ശരി, ഞാൻ സോറി പറയില്ല. ഇറ്റ്സ് ഓക്കെ, അഞ്ജലിക്ക് പോകാം. ഇവിടെ നിന്നിടത്തോളം അഞ്ജലി അത്രയും നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു ആർജി കൂടിയായിരുന്നു അഞ്ജു. സോ ഇവിടുത്തെ ജോബ് തൻ്റേത് കഴിഞ്ഞു. ഇനി തൻ്റെ മേഖല ഏതായാലും ഐ വിഷ് യു ഗുഡ് ലക്ക്. താങ്ക് യു സർ. ഞാനൊരിക്കലും ഇവിടെ ഉള്ളവരെ മറക്കില്ല. ഇവിടം എന്റെ സ്വർഗമായിരുന്നു. എനിവേ, ഞാൻ പോവാ. ഗുഡ് ബൈ സർ. അഞ്ജു, ഇനി എന്താ നിന്റെ പ്ലാൻ? ഒന്നും തീരുമാനിച്ചിട്ടില്ല പ്രീതി. ഞാനൊരു കാര്യം പറയട്ടെ, നീ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിലോട്ട് പോര്. എന്റെ വേക്കൻസി എന്തായാലും അവിടെ ഉണ്ടാവുമല്ലോ. എടി, അതൊന്നും വേണ്ട. എന്ത് വേണ്ടാന്ന്? അതൊരു അഡ്വർടൈസിങ് കമ്പനിയാ, മാർക്കറ്റിംഗ് ഒക്കെ നിനക്കെന്തായാലും പറ്റും. ഞാൻ ആകാശേട്ടനോട് പറയാം. എടി, അത് എന്തായാലും ഞാൻ അമ്മയോട് ചോദിച്ചു നോക്കാം. നീ ആരോട് വേണമെങ്കിലും ചോദിച്ചോ. നിനക്ക് നാളെ അവിടെ ജോലി ഞാൻ റെഡി ആക്കിയിട്ടുണ്ടാവും, അത്ര തന്നെ. ഇനി ഒരാഴ്ചക്കുള്ളിൽ ഞാൻ അവിടെ നിന്ന് ഇറങ്ങും. അതിനു മുന്നേ നീ വാ. ഒരാഴ്ചയെങ്കിൽ ഒരാഴ്ച നിന്റെ കൂടെ വർക്ക് ചെയ്യാലോ. അതൊക്കെ പോട്ടെ, നീ ഇങ്ങനെയാ നിന്റെ കമ്പനി MD തന്നെ വളച്ചെടുത്തേ? ഒന്നും പറയണ്ട. ആൾക്ക് എന്നെ കണ്ടപ്പോ തന്നെ ഒരു നോട്ടുണ്ടായിരുന്നെന്ന് അവിടെ എല്ലാവർക്കും അറിയായിരുന്നു. പക്ഷെ ആള് ഡീസന്റ് ആട്ടോ. നേരെ വീട്ടിലോട്ട് വന്ന് പ്രപ്പോസൽ അങ്ങ് നടത്തി. നിനക്കറിയാവുന്നതല്ലേ, ഞാനൊന്ന് കെട്ടിക്കാണാൻ സകല അമ്പലങ്ങളിൽ കേറി നരങ്ങുവാണല്ലോ എന്റെ അമ്മ. അപ്പൊ പിന്നെ ഇത് നല്ലൊരു അവസരമായിരുന്നു അവർക്കൊക്കെ. അതുകൊണ്ട് ഞങ്ങളെ രണ്ടിനെയും കൂട്ടിക്കെട്ടി, അത്ര തന്നെ. എന്നിട്ട് നിന്റെ ആകാശേട്ടനും ഫാമിലിയൊക്കെ എങ്ങനെ? കൊള്ളാവോ? കൊള്ളാം. ഡൂനാഞ്ചു, ആകാശേട്ടന്റെ ഫാമിലിയൊക്കെ അടിപൊളിയാ. പക്ഷെ ആളുടെ ഒരു തലതെറിഞ്ഞ കസിൻ, വൺ മിസ്റ്റർ കാർത്തിക് മേനോൻ, ഹോ, പറയാതിരിക്കാൻ വയ്യ. പപ്പ്, ക്ലബ്, ഡാൻസ്, പാർട്ടി, ഇതാണ് മെയിൻ അവന്റെ സ്ഥിരം. എല്ലാ കുരുത്തക്കേടും കയ്യിലുണ്ട്. ഒരു ഇന്റർനാഷണൽ പ്ലേ ബോയ് ആണെന്ന് തന്നെ പറയാം. നമ്മളൊക്കെ ഡ്രസ്സ് മാറുന്ന കണക്കാ അവൻ ഓരോ ഗേൾസിനും മാറ്റുന്നേ. മാത്രല്ല, അവരൊക്കെ അവന്റെ തലയിലാവാതെ രക്ഷപ്പെടാനുള്ള അവന് പ്രത്യേകതര ഒരു സ്കില്ലുണ്ട് കേട്ടോ. അത് വേണം സമ്മതിച്ചു കൊടുക്കാൻ. എന്റെ പൊന്നോ, ഒരു ജോലിയില്ല, കൂലിയില്ല, നാട്ടുകാരും വീട്ടുകാരും വെറുപ്പിച്ച് അങ്ങനെ നടക്ക. പാട്ട് കൂത്തു പറഞ്ഞ് നടക്ക. ഒരു ജോലി പോലും ഇല്ല.
എന്ത് ചെയ്യാനാ, അവന്റെ അച്ഛന്റെ അമ്മന്റെ കഷ്ടകാലം. പാരന്റ്സ് അത്യാവശ്യം റിച്ച് ആണെങ്കിൽ അവരെ പുട്ടടിക്കാൻ ഇതുപോലെ ഓരോന്നുണ്ടാവുമല്ലോ. അങ്ങനെ കരുതിയാ മതി. ദാറ്റ്സ് വൈ ഐ ഡോണ്ട് ലൈക്ക് ദിസ് കൈൻഡ് ഓഫ് ഗൈസ്. അല്ല, ഇതൊക്കെ നിന്നോട് ആരാ പറഞ്ഞേ? ആകാശേട്ടനാണോ? ഏയ്, ആകാശേട്ടനല്ല. ആകാശേട്ടന് അവരെ പറ്റിയൊരു കുറ്റവും പറയില്ല, അത്രക്ക് കാര്യമാ. ഇതൊക്കെ പറഞ്ഞത് ആകാശേട്ടന്റെ ഒരു അപ്പച്ചിയാ. എന്തായാലും ഇതുപോലൊരു തല തെറിച്ച സാധനമാ എന്റെ ജോലി കളഞ്ഞ്. അവനെന്റെ കൈ കിട്ടി ഞാൻ കൊല്ലും, അത് ഉറപ്പാ. എവിടെ നിന്ന് കിട്ടാനാ മോളെ? അതൊന്നും ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. നിന്നെ പേഴ്സണലി വിളിച്ച് ശല്യം ചെയ്തതാണെങ്കിൽ നമുക്ക് എങ്ങനെയും വഴി ഉണ്ടാക്കിയായിരുന്നു. പക്ഷെ ഇത് കിട്ടാനേ പോകുന്നില്ല. അതുകൊണ്ടായിരിക്കും അവൻ അങ്ങനെയൊക്കെ വിളിച്ച് പറഞ്ഞതും. സാരല്ല, നിന്റെ സങ്കടം മാറാൻ നമുക്ക് രണ്ടെണ്ണം വീശിയാലോ? ആടി, അത് ഞാൻ നിന്നോട് അങ്ങോട്ട് പറയാൻ വരുമായിരുന്നു. എന്റെ ഈ ഫ്രസ്ട്രേഷനും സങ്കടവും എല്ലാം എനിക്കൊന്ന് മാറണം. ആ റോസിനെ കൂടി വിളിച്ചോ. അഞ്ജു, ഡു യു ബിലീവ് ഇൻ ലവ്? നോ, എനിക്കതിലൊന്നും വിശ്വാസമില്ല. ഇപ്പോഴും നിന്റെ ആ പഴയ ചിന്താഗതിക്കൊന്നും ഒരു മാറ്റമില്ലേ അഞ്ജു? അതെന്താ? അപ്പൊ ഇനി റിലേഷൻഷിപ്പ് ഒന്നും വേണ്ടെന്ന് തന്നെയാണോ നിന്റെ തീരുമാനം? അതെ, നിനക്ക് പണ്ടേ അറിയാവുന്നതല്ലേ, എനിക്ക് ലവ് മാരേജ് ഒന്നും സെറ്റ് ആവില്ല. കാരണം എന്റെ അച്ഛനും അമ്മയും ഡിവോഴ്സ് അല്ലാന്നുള്ളൂ, സെപ്പറേറ്റ് ആണ്. എനിക്കറിയാലോ, അവരും ഇതുപോലെ ഒരുപാട് പ്രണയിച്ച് നടന്ന ആൾക്കാരാ. എന്നിട്ടിപ്പോ എന്തായി? കല്യാണം കഴിഞ്ഞൊരു കുഞ്ഞുണ്ടായി, അവര് സെപ്പറേറ്റ് ആയി. ഇതിനു വേണ്ടിട്ടാണോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് താല്പര്യമില്ല. ഇതൊന്ന് ഞാൻ മനസ്സിലായത്, ലവ് ക്യാൻ ചേഞ്ച് എനി ടൈം. എപ്പോ ആണെങ്കിലും ഈ സ്നേഹം പോവാം, അല്ലേ? എന്തിനാണ് വെറുതെ ലൈഫ് സ്പോയിൽ ആവുന്നത്? ഉള്ള ലൈഫ് നമുക്ക് എൻജോയ് ചെയ്യാം, എനിക്കത്രേ ഉള്ളൂ. അതെ, അഞ്ജി പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുന്നു. എപ്പോ വേണമെങ്കിലും ഈ ലവ് ഒക്കെ പൊട്ടി പാളീസാവും. ആർക്കും ആരോടും പണ്ടത്തെ പോലെ അത്ര 100% ആത്മാർത്ഥ സ്നേഹമൊന്നും ഇല്ലാന്നേ. ട്രൂ ലവ് ഒക്കെ എന്നോ ചത്തുപോയില്ലേ. അതുകൊണ്ടാ ഞാൻ ലിവിങ് ടുഗദർ തിരഞ്ഞെടുത്ത്. നമുക്ക് സെറ്റാവില്ലെന്ന് കണ്ട നമുക്ക് ബൈ പറയാലോ. ഇതേ അഭിപ്രായം തന്നെയാണോ നിനക്കും അഞ്ജു? ഏയ്, അങ്ങനെ ലിവിങ് ടുഗദറിനോടും എനിക്ക് താല്പര്യമൊന്നുമില്ല. എന്റെ മനസ്സിലിപ്പോ ഒരു പാർട്ട്ണർ വേണമെന്നേ ഇല്ല. പിന്നെ ഒരു കുഞ്ഞു വേണമെന്നുണ്ട്. അതിനിപ്പോ കല്യാണം കഴിക്കണം നിർബന്ധമൊന്നുമില്ലല്ലോ. അത് തന്നെ അങ്ങനെ പറഞ്ഞു കൊടുക്കാം അഞ്ജു. യു നോട്ടി ഗേൾ. എന്താണ് മോളെ മനസ്സിൽ? ഒന്ന് മിണ്ടാതിരു റോസ്. എന്റെ മനസ്സിൽ പോവുന്നില്ല. ഇനി നാളെ തൊട്ട് എനിക്ക് റെഡ് ഫോമിൽ പോവാൻ പറ്റില്ലല്ലോ. അതാണ് എന്റെ ഷിറ്റ്. അത് നീ വിട്ടില്ലേ? വിട്ട് കള എന്റെ അഞ്ജു. നിനക്ക് നാളെ തൊട്ട് ഞാൻ ജോലി സെറ്റാക്കി തരാന്ന് പറഞ്ഞില്ലേ? എന്നാലും അത് ആലോചിക്കുമ്പോ എനിക്ക് വിഷമം വരുന്നു. ഓ, വിഷമം വരുന്നെങ്കിൽ നീ രണ്ടെണ്ണം അടിക്കുമുത്തേ. എന്നാ പേടിക്കും. അയ്യേ, നീ എന്താടി ഇവിടെ ഒന്ന് കോള പിടിക്കുന്നേ? ഇത് നീ എപ്പോ കൊണ്ടുവന്ന്? അതോ, ഞാനിന്ന് കുടിച്ചാൽ ശരിയാവില്ല. ആകാശേട്ടൻ കുറച്ചു കഴിഞ്ഞാ വരും. എന്തിനാ വെറുതെ? ഞാൻ പിന്നെ ഇവളെ മൂടൊന്ന് ശരിയാക്കാൻ വേണ്ടിട്ടല്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. നിങ്ങള് കൂടി. ഓ, നീ വല്ലാത്ത സാധനം തന്നെ. എടി റോസേ, ഞാൻ കുറച്ചു കഴിഞ്ഞാ പോവേ. ഇവളെ ഓവറാവാതെ നീ ശ്രദ്ധിക്കണം, കേട്ടല്ലോ? പിന്നെ ഇനി നീ കുടിക്കരുത്. ഇപ്പൊ തന്നെ നീ ഓവറാ. ഇതിലും ഓവറായാലും മറ്റവളെ താങ്ങാൻ നിന്നെ കൊണ്ട് കഴിയില്ല. പ്ലീസ്. ഓക്കെ, അതൊക്കെ ഞാൻ നോക്കിക്കോളാമേ. അഞ്ജു, മതിയടി കുടിച്ചേ. നോക്ക്, ആകാശേട്ടൻ ഇപ്പൊ എത്തും. ഞാനിപ്പോ പോവും. ഒരു കാര്യം ചെയ്യേ, നിങ്ങൾ എന്റെ കൂടെ ഇറങ്ങിക്കോ. ഇല്ല, ഇന്ന് എനിക്ക് കുടിച്ച് എന്റെ വിഷമൊക്കെ മാറ്റണം പ്രീതി. എന്റെ ജോലി പോയേ. അവൻ ഒറ്റൊരുത്തും കാരണം ഞാൻ എന്റെ ജോലി വേണ്ടെന്ന് വെച്ച് ഞാൻ എന്റെ പാഷനായി കൊണ്ട് നടക്കുന്ന എന്റെ ജോലി പോയേ. അയ്യോ, ഞാനിനി എന്ത് ചെയ്യും? അവനെ എനിക്ക് ഇപ്പൊ കിട്ടണം. എന്റെ മുന്നിൽ കൊണ്ട് നിർത്തിത്താ. അഞ്ജു, നീ വിഷമിക്കാതടി. അവൻ ഈ ഭൂമിയിൽ ഏത് കോണിലാണെങ്കിലും നിനക്ക് വേണ്ടി ഞാൻ അവനെ കൊണ്ടുവന്ന് തന്നിരിക്കും. പ്രോമിസ്. ശരിക്കും? അതേടി, ഞാൻ നിന്നോടൊരു വാക്ക് പറഞ്ഞതല്ലേ. അവനെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിരിക്കും. ഇത് സത്യം.
ബെസ്റ്റ്. നിങ്ങളെ രണ്ടിനെയാണോ ഞാനിവിടെ നിർത്തി പോകുന്നത്? എന്റെ ദൈവമേ, ഇനി എന്താ ചെയ്യാ? അയ്യോ, ആകാശത്തെ വിളിക്കുന്നു. ഓ, ഒരു കാര്യം ചെയ്യാം, സൂര്യ ഇങ്ങോട്ട് പറഞ്ഞു വിടാം, അല്ലാണ്ട് ഒരു വഴിയുമില്ല. എന്നാലും ഞാനിപ്പോ ഇവിടുന്ന് പോവട്ടെ. അഞ്ജു, റോസേ, ഞാൻ പോവാ. ആകാശത്ത് വന്നിട്ടുണ്ട്. സൂര്യ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു വിടാം കേട്ടോ. ഇവിടെ തന്നെ ഇരുന്നോണം. ഇനി ഓരോ പണി ഒപ്പിച്ച് വെക്കല്ലേ. ഇല്ലടി, നീ ധൈര്യമായിട്ട് പൊക്കോ. ഞങ്ങൾ ഒരു പണി ഒപ്പിച്ച് വെക്കില്ല. ഓക്കെ, ഇവിടെ ഞാൻ പൊന്നു പോലെ നോക്കിക്കോളാം. നീ പൊക്കോ. റോസേ, സഹിക്കാൻ പറ്റുന്നില്ലടി. ഞാനിനി അഞ്ജലിയല്ല, വെറും അഞ്ജലിയാ. എന്ത് ജോലി പോയ എനിക്കവനെ ഇപ്പൊ കിട്ടണം. കൊണ്ട് റോസ്, എനിക്കവനെ ഇഞ്ചിഞ്ചായി കൊല്ലണം. അഞ്ജു, നീ കരയില്ലടി. നീ കരഞ്ഞ ഞാനും കരയും. നിനക്ക് ഞാനൊരു വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എവിടെ പോയാലും അവനെ കൊണ്ടുവന്നിരിക്കും. എനിക്ക് ഉറപ്പാ അവൻ ഇവിടെ എവിടെയോ ഉണ്ട്. ഞാനൊന്ന് നോക്കിയിട്ട് വരാം. നീ വിഷമിക്കല്ല. ഇല്ല, നീ വേഗം വരൂലേ? ഞാനിപ്പോ വരാം. ഞാൻ അവനെ കൊണ്ട് നിന്റെ അടുത്ത് വരും. എനിക്കും ഡാൻസ് കളിക്കണം. ഞാനും ഡാൻസ് കളിക്കുക. Excuse me, shall we dance? യെസ് ബേബ്, പിന്നെ എന്തിനാ ഞാൻ பல பல கற்பனை மோத பறக்கவ உன் நினைப்பாக குலு குலு வெண்பனி போல சல சல சல்லடையாக பல பல கற்பனை மோத பறக்கவ உன் நினைப்பாக